ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ പേട്രിയറ്റ്. നമ്മുടെ സ്വന്തം ലാലേട്ടനും മമ്മൂക്കായും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ ഒരുപാട് കറണ്ട് പോയി ഗൈസ്. സിനിമ കാണാൻ പോയപ്പോൾ നമ്മൾ കറണ്ടൊന്നും പോയില്ല, ബട്ട് കറണ്ട് പോയിരിക്കുകയാണ്. ബട്ട് എനിവേസ് അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്കായും ലാലേട്ടനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. സോ നിങ്ങളെല്ലാവരും സിനിമ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയണത്, നിങ്ങൾ മാക്സിമം എനിക്ക് തന്നെ അറിയാം, ഇപ്പം തന്നെ തിയേറ്റേഴ്സിലൊക്കെ ഷോസ് ഒന്നും ഇല്ല, എല്ലാം ഫുള്ളി ബുക്ക്ഡ് ആണ്. സോ നിങ്ങൾ സിനിമ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ബി മച്ച് മോർ ബെറ്റർ. ബിക്കോസ് ഇത് എപ്പോഴും സംഭവിക്കുന്ന ഒരു പരിപാടിയല്ല. അതായത് നമ്മുടെ മലയാളത്തിൽ തന്നെ രണ്ട് ബിഗസ്റ്റ് പില്ലേഴ്സ് ആക്ടിങ് ടുഗദർ, അവർ രണ്ടുപേരും ഓൺ സ്ക്രീൻ കാണുക എന്നൊക്കെ പറയുന്ന ഇറ്റ്സ് വേറെ ലെവൽ. സോ പ്ലീസ് വാച്ച് ദ പടം ആൻഡ് കം ആൻഡ് സീ ദിസ് വീഡിയോ എന്നെനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. പേട്രിയറ്റ് എന്നാണ് സിനിമയുടെ പേര്. മഹേഷ് നാരായണനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. എഴുതിയിരിക്കുന്നതും മഹേഷ് നാരായണൻ തന്നെയാണ്. ആൻറ്റോ ജോസഫ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. KG അനിൽകുമാറും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. നമുക്ക് സിനിമാറ്റോഗ്രാഫർ മനൂഷ് നന്ദൻ, കിടിലം സിനിമാറ്റോഗ്രാഫി. എഡിറ്റഡ് ബൈ മഹേഷ് നാരായണൻ തന്നെയാണ്. രാഹുലും പിന്നെ രാഹുൽ രാധാകൃഷ്ണൻ, രണ്ടുപേരും കൂടെയാണ്. മഹേഷ് നാരായണൻ വാസ് ആൻ എഡിറ്റർ ആൻഡ് ഹി ഈസ് എ ബ്രില്യൻ എഡിറ്റർ. നിങ്ങൾക്ക് പുള്ളിയുടെ ഫിലിമോഗ്രഫിയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിയുടെ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു 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 റേഞ്ച് എന്താണെന്ന്. അതായത് പുള്ളി മറ്റേ ഈ പറയുന്ന സ്റ്റോക്ക് ഇമേജസും വീഡിയോസൊക്കെ എടുത്തിട്ട് പുള്ളി സിനിമയിലോട്ടൊക്കെ കയറ്റി നമ്മളെപ്പോലും അത് നമ്മൾ ഷൂട്ട് ചെയ്തതാണെന്ന് ചിന്തിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് എഡിറ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ആൻഡ് ഈ സിനിമയിലും എഡിറ്റിംഗ് വൈസ് ഹാറ്റ്സ് ഓഫ് ഓസം. പിന്നെ നമുക്ക് മ്യൂസിക് ബൈ സുഷിൻ ശ്യാം. കിടിലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി ക്യാച്ചി യെറ്റ് ഇറ്റ്സ് വെരി ക്ലാസി ആൻഡ് ആ ഒരു ഇൻറ്റൻസ് ഒരു നമ്മൾ സ്പൈ എസ്പിയനാജ് പടമൊക്കെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഹോളിവുഡ് സിനിമയിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫീൽ നമുക്ക് സുഷിന് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി സ്വിഷ് മ്യൂസിക് പുള്ളിയുടെയാണെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളി എന്തോ പുതിയൊരു കമ്പനി തുടങ്ങിയെന്തോണ് ആണെന്തോണ്. പിന്നെ ഇതൊക്കെയാണ് ഒരു മെയിൻ പരിപാടി. പിന്നെ ആർട്ട്, കോസ്റ്റ്യൂം, ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ട്രാവൽസിൻ്റെ ഒക്കെ ആൾക്കാർ, ഞാൻ പറയും ഒരു വലിയ സിനിമയാണ്. ദർ ഇസ് എ ഹ്യൂജ് ക്രൗഡ് ഇൻ ദിസ് മൂവി. ഇറ്റ്സ് എ ഹ്യൂജ് മൂവി. ഇറ്റ്സ് എ ഹ്യൂജ് ക്യാൻവാസ്, ഇറ്റ്സ് എ ബിഗ് ക്യാൻവാസ്, ബിഗ് ആക്ടേഴ്സ് ആക്ടിങ്. നമുക്ക് ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, ദർശനയുണ്ട്, നമുക്ക് രേവതിയുണ്ട്, നയൻതാരയുണ്ട്, നമുക്ക് നമ്മുടെ സ്വന്തം സെറിൻ വരുന്നുണ്ട്, പിന്നെ ജിനു ജോസഫ് ഉണ്ട്, ദാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദീഖ്, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള എസ്പെഷ്യലി ദുബൈയിലുള്ള എല്ലാ ക്രിയേറ്റേഴ്സും ഈ പടത്തിൽ കാണാം. ഒരുമാതിരിപ്പെട്ട എനിക്ക് അജ്മൽ ഖാൻ ഒഴിച്ച് ബാക്കിയുള്ള അജ്മൽ ഖാൻ, നൊമാഡിയനും സുബിനോളജിയൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എണ്ണവും, ദുബായിലുള്ള എല്ലാ എണ്ണവും ഈ പടത്തിലുണ്ട്. നാട്ടിൽ നിന്ന് ആകെപ്പാടെ ഞാൻ M4 ടെക്കിനെയും പിന്നെ വേറെ ആരുടെ കണ്ടത്, M4 ടെക്കിനെയും കേരള ഫുഡിയെ മാത്രമാണ് ഞാൻ എവിടെയോ ഒരു മിന്നായം പോലെ കണ്ടത്. അല്ലാത്ത വശം ദുബായിലെ ക്രിയേറ്റേഴ്സ് തന്നെയാണ് ഒരു ചെറിയൊരു പോർഷനിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട്. മമ്മൂക്ക ഈ സിനിമയിലൊരു യൂട്യൂബറാണ്. ആൻഡ് പുള്ളി ഒരു മൊബൈൽ റിവ്യൂ ഒക്കെ പറയുന്നുണ്ട്. ഞാനത് കണ്ടിങ്ങനെ ഇറ്റ്സ് സോ നൈസ്. പുള്ളി ആ പറയുന്ന റിവ്യൂ കേട്ടിട്ടാണെന്നെങ്കിൽ നിങ്ങളെല്ലാം ഫോൺ എടുത്ത് കളയും. ബിക്കോസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ലൈക്ക് ഇഫ് യു തിങ്ക് ദറ്റ് ലിറ്ററലി നിങ്ങളുടെ ഡേറ്റ ഇസ് സേഫ് ആൻഡ് സെക്യൂർ, then you are living in a fantasy world. I am very sorry to say this. നമ്മൾ എഴുതി കൊടുക്കുന്ന, പണ്ടൊക്കെ നമ്മൾ മറ്റേ ഓരോ സ്ഥലത്ത് പോയിട്ട് മറ്റേ ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുക്കൂലേ, പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ, അതേപോലത്തെ പരിപാടി തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഫോണിൽ കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള സൈറ്റ്സിൽ കയറുന്നതായിക്കോട്ടെ, പല മറ്റേ ആമസോൺ, ഇതിൽ നിന്നൊക്കെ ഡേറ്റ ബ്രീച്ച് ആവാം. ഏതൊക്കെയൊക്കെ ആയിട്ടുണ്ട്. ആമസോണൊക്കെ ആയിട്ടുണ്ട്, ബോട്ടായിട്ടുണ്ട്, ഒരുപാട് ഡേറ്റ ബ്രീച്ചസ് ഹാപ്പനിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമ കുറേ കൂടെയൊക്കെ അങ്ങനത്തെ ഒരു മേഖലയെ തൊട്ടും തലോടിയൊക്കെയാണ് പോകുന്നത്. അതായത് ഇപ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴത്തെ എക്സാമ്പിളുണ്ട്. സോഴ്സ് കോഡുകളൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു. പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് ടാപ്പ് വരണമെന്ന് പറഞ്ഞ് കമ്പനി പോയി പണി നോക്കാൻ പറഞ്ഞ് സോഴ്സ് കോഡ് കൊടുക്കാൻ പറഞ്ഞു. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡാണ്. അതായത് നമുക്ക് ആ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ഇടാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അതൊക്കെ നമ്മളിതാണ്. ഒരിക്കലും ഒരു കമ്പനിയെ കൊടുക്കില്ല. ഇവിടത്തുള്ള ആൾക്കാരൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ CCTV നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ HIK വിഷൻ അല്ലെങ്കിൽ ദഹുവയൊക്കെ പോലത്തുള്ള ഒരു CCTV ഇപ്പം
ഇവിടുന്ന് പോയി. ചൈന CCTVകളായിരുന്നു ഇവിടെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം പോയി. അവരതൊക്കെ സോഴ്സ് കോഡുകൾ ചോദിക്കുകയും അവർ കൊടുക്കൂല എന്ന് പറയുകയും എന്നാൽ പിന്നെ നിങ്ങൾ ഇവിടെ ഒന്നും വിൽക്കണ്ട എന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ വന്നിരിക്കുകയാണ്. സോ പടത്തിൽ കുറച്ചൊക്കെ റിലവൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റ് സിനാറിയോയിലൊക്കെ തട്ടും തലയോടെയൊക്കെ പോകുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ഓൾ ദാറ്റ് സിനിമ ഒരു അത്യാവശ്യം ഫിക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു രസകരമായിട്ടുള്ളൊരു കഥ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇതൊരു പക്ക ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂക്ക പടം തന്നെയാണ്. ആൻഡ് ലാലേട്ടൻ ഉണ്ട്, ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് സ്ക്രീൻ ടൈം ഉണ്ട്. പുള്ളി വരുന്ന സമയമൊക്കെ വേറെ ലെവലായിരുന്നു കേട്ടോ. പുള്ളിക്ക് കുറേ കിടിലം കുറേ ആക്ഷൻ പരിപാടിയും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐ ലവ്ഡ് ഇറ്റ്. ഐ വാസ് വെരി ഹാപ്പി. ബട്ട് ഫഹദ്, നിങ്ങൾ സിനിമ എന്തായാലും പോയി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. There are good elements in this padam. Like I said, it's a good movie, but could have been better. Also, the runtime was a bit too much for me. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ വലിച്ചു നീട്ടുന്ന പോലെ ഫീൽ ചെയ്തതാണ്, എസ്പെഷ്യലി ടുവേർഡ്സ് ദി എൻഡ്. കുറേ ലോജിക്കൽ ഇറേഴ്സ് ഈ പടത്തിലുണ്ട് കേട്ടോ. വളരെ അത് മുഴച്ച് നിൽക്കുന്നത് കൊണ്ട് ചില സമയത്ത് നമ്മളുടെ ആസ്വാദനത്തിനെ അത് ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ഓൾ ദാറ്റ്, ലൈക്ക് ഐ സെഡ്, ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന സിനിമ. ആൻഡ് അത്യാവശ്യം നല്ല ഫൈറ്റും നല്ല മേക്കിങ്ങും, കിടിലം മേക്കിങ്, അത്യാവശ്യം നല്ല മേക്കിങ്ങും അല്ല, കിടിലം മേക്കിങ്, നല്ല രസമായിട്ട് ഒരു വൺ ക്വാളിറ്റിയിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഐ തിങ്ക് ഇത് നല്ല ബഡ്ജറ്റ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ പടത്തിന്. നല്ല ഹെവി ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത്. ഡിഡ് ഇറ്റ് ലിവ് അപ് ടു ദി എക്സ്പെക്ടേഷൻ? ഐ വുഡ് സേ നോട്ട് ദാറ്റ് മച്ച്, ബട്ട് ഇറ്റ് വാസ് ഫൺ. എനിക്ക് ആകെ തോന്നിയത് ഇതാണ്, ഈ ഒരു ലെങ്ത്. ബട്ട് അഗൈൻ ലൈക്ക് ഐ സെഡ്, ഇതിൻ്റെ ഒരു സോഷ്യൽ മെസ്സേജ് ഇസ് വെരി റെലവൻറ്റ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. ലൈക്ക് യുവർ ഡേറ്റ ഇസ് നോട്ട് യുവർ ഡേറ്റ anymore. എനിബഡി ക്യാൻ ആക്സസ് യുവർ മൈക്രോഫോൺ, യുവർ ക്യാമറ. അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് പുള്ളി പറയുന്നുണ്ട്, അറിയാവുന്നവന് എന്തും ചെയ്യാൻ പറ്റും. നിങ്ങളുടെയൊക്കെ പ്രൈവറ്റ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കുന്നവരെ അതാണ്. അതൊക്കെ ഭയങ്കര കിക്കും മറ്റൊക്കെ കിട്ടുന്നതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അതൊക്കെ എടുക്കണവരുടെ ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും ഡ്രൈവിൽ അവിടെ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ അതൊക്കെ എടുക്കാൻ പറ്റുന്ന സെറ്റപ്പുണ്ട്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരുപാട് സിനിമയിൽ നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു വലിയ നടന്മാർ വന്നത് പറയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഇത് ഇതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കെയർഫുൾ ആയി നിന്നിട്ടൊന്നും കാര്യമില്ല. വാട്ട് എവർ വി ആർ യൂസിങ്, ഇറ്റ്സ് ഓൾ ട്രാക്കിങ് അസ്. അത് ഈ ആപ്പിൾ വരെ. എനിക്ക് ഈ സിനിമയിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. മമ്മൂക്ക യൂസ് ചെയ്യുന്നത് ബ്ലാക്ക്ബെറിയാണ്. ഇതിൻ്റെ ഒരു തുടക്കം പാർട്ടുണ്ട്, സിനിമയുടെ തുടക്ക സമയത്ത് പുള്ളി ബ്ലാക്ക്ബെറി യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. ബ്ലാക്ക്ബെറി ഒരു വലിയ സംഭവമാണ്. അത് നിങ്ങളിനി ഏവനാണെങ്കിലും വന്ന് ഞാൻ മറ്റേ FBI ആണ് തുറന്ന് ഇടാന്ന് പറഞ്ഞാൽ പോലും പാടാന്ന് പറയും. അതായിരുന്നു റിസർച്ച് ഇൻ മോഷൻ, റിം. അവർക്ക് അവരുടേതായ സെർവറായിരുന്നു ഇൻ്റർനെറ്റൊക്കെ ബ്ലാക്ക്ബെറി. പണ്ട് ബ്ലാക്ക്ബെറി നമ്മൾ ഈ പറയുന്ന 5G ഒക്കെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യൂലേ, അതല്ല. അവർക്ക് വേറൊരു ഇൻ്റർനെറ്റ് പ്ലാനൊക്കെ ആയിരുന്നു. ഞാനൊക്കെ ബോൾഡ് 3 മറ്റേ കർവൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ. അതായത് ബ്ലാക്ക്ബെറിയുടെ മറ്റേ സമയത്ത് അവർക്ക് നമ്മൾ പോയിട്ട് സെപ്പറേറ്റ് ബ്ലാക്ക്ബെറിക്ക് ഒരു ഇൻ്റർനെറ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ സെക്യൂരിറ്റി തന്ന ഒരു ബ്രാൻഡായിരുന്നു അത്. എനിക്ക് ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ദാറ്റ്സ് എ വെരി ഗുഡ് ഡീറ്റെയിലിംഗ്. അതായത് അങ്ങനെ ഇതിനെപ്പറ്റി അറിവുള്ളവർ ഒരിക്കലും വേറെ ഫോൺ യൂസ് ചെയ്യില്ല. അതാണ് പറയുക, ഈ പറയുന്ന ഡേറ്റയൊക്കെ പോയതാണ്. ഇന്നും നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല. ബട്ട് ലൈക്ക് ഐ സെഡ്, എനിക്ക് മമ്മൂക്ക അതിൽ ഫോൺ റിവ്യൂ പറയണ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ വാസ് വെരി നൈസ്, ഇറ്റ് വാസ് വെരി ഫൺ. പുള്ളിയുടെ യൂട്യൂബ് സെറ്റപ്പ് കിടിലുമായിരുന്നു കേട്ടോ. അയ്യോ, അത് പറയാതിരിക്കാൻ വയ്യ. കിട്ടില്ല, ടോപ്പ് ആംഗിൾ ഷോട്ടിന് സാധനം, ഒരു മറ്റേ പാനൊക്കെ ചെയ്ത് പറഞ്ഞ ഒരു ക്യാമറ, ഗെയിമിങ് സെറ്റപ്പ് കൊള്ളാം. നമ്മളെയൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ അതുവരെയൊക്കെ ഇരിക്കും. പക്ഷേ മറ്റേ താഴെയൊക്കെ പറഞ്ഞ ക്യാമറ ഒന്നുമില്ല. അപ്പോൾ എന്തിനാണെങ്കിലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ പറയുക. എന്താണെങ്കിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നുമില്ല. ഇറ്റ് വാസ് ഫൺ. ലാലേട്ടൻ മമ്മൂക്കയെ ഒരുമിച്ച് കണ്ടതിൽ തന്നെ വളരെ സന്തോഷം. കുറച്ചും കൂടെയൊക്കെ വേറെ വല്ല രീതിയിൽ അതിനെ റൂട്ട് മാറ്റാമായിരുന്നു എന്നെനിക്ക് പേഴ്സണലൊരു അഭിപ്രായമുണ്ട്. ബട്ട് അഗെയിൻ ഇറ്റ്സ് ദ ഡയറക്ടേഴ്സ് കോൾ. സോ ഒന്നും പറയാനില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് വാച്ച് ഫോർ മീ. ആൻഡ് നിങ്ങളും കണ്ടവർ ഒന്നുകൂടെ നിങ്ങളുടെ അഭിപ്രായം പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. ടേക്ക് കെയർ, ലവ് യു ഓൾ. ഇനി അടുത്ത ഈ മാസം പടത്തോടെ ദൃശ്യം 2, കറുപ്പ് എന്നല്ലേ പടത്തിൻ്റെ പേര്? കറുപ്പ്. പിന്നെ ചിലപ്പോൾ ജനനായകൻ ഇറങ്ങും 8-ാം തീയതി. മിക്കവാറും 4-ാം തീയതി ഇലക്ഷൻ വരെയാണെങ്കിൽ ജയിച്ച വിലയൊക്കെ ചെയ്ത് വെച്ചാൽ മിക്കവാറും 8-ാം തീയതി വരും.
പിന്നെ മറ്റേ മോളിവുഡ് ടേംസ് മാറ്റിയെന്ന് പറഞ്ഞ് പിന്നെ ഏതൊക്കെയോ അതിരടി ഇഷ്ടം പോലെ പടമാണ് ഈ മാസം തുരാന്ന്. അപ്പം നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്തിരുന്ന് നോക്കാം. അങ്ങനെ മെയ് 1 എല്ലാവർക്കും മെയ് 1 നേരുന്നു. വർക്കേഴ്സ് ഡേ, ലേബേഴ്സ് ഡേ.